നമസ്കാരം. ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുണ്ട് എന്നൊരു പഴയ ചൊല്ലുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതും വലതും മാറി മാറി ഭരിച്ചപ്പോൾ രണ്ടു കൂട്ടരും നല്ല രീതിയിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. ഈ രാഷ്ട്രീയത്തിന്റെ അന്തർധാര ഒന്ന് പരിശോധിക്കുകയാണെങ്കിലേ ഇടതും വലതുമൊക്കെ ഒന്നിച്ചാണ് ഒഴുകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇരു കൂട്ടർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കേരളത്തിൽ BJPയെ വിരിയാൻ അനുവദിക്കരുത്. ഒരു താമര കേരളത്തിൽ വിരിഞ്ഞാൽ അതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇക്കണ്ട കള്ളന്മാരെ മുഴുവൻ അടിച്ചു പുറത്താക്കുമെന്ന് ഇരു പാർട്ടിക്കാർക്കും നല്ല ധാരണയുണ്ട്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞെളിഞ്ഞു നിന്ന് പറയുകയാണ് മുഖ്യമന്ത്രി VD സതീശനെതിരായ പുനർജനി കേസിൽ തെളിവുണ്ട് എന്നും. കേസ് അട്ടിമറിച്ചു എന്നും സതീശനെ അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ കമ്മിക്കൂട്ടം വാദിച്ച് ജയിക്കട്ടെ. തെറ്റ് ചെയ്തുവെങ്കിൽ സതീശന് ശിക്ഷ കിട്ടണം, ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല. പക്ഷേ ഒരു കാലില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് മിനിമം മര്യാദയാണോ എന്നെങ്കിലും കമ്മികൾ ഓർക്കണം. ഇതാണ് എൻ്റെയും ചോദ്യം. നിങ്ങളുടെ പ്രമുഖ നേതാവാരാ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാരാ? നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഇടതുപക്ഷത്തിൻ്റെ മുഖമാരാ? ശ്രീ പിണറായി വിജയൻ ആണല്ലോ അല്ലേ? ആ പിണറായി വിജയന്റെ കൈകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു വിലങ്ങ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായി വിജയന്റെ മകൾ വീണ പല കേസുകളിലും ഉത്തരം മുട്ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെള്ളം കുടിച്ച വാർത്തകൾ പുറത്തു വന്നത് അറിയാത്ത ഒരാളാണോ ഈ MV ഗോവിന്ദൻ? ഇതാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്കും പൊതുജനത്തിനും ചോദിക്കാനുള്ളത്. അങ്ങനൊരു ശക്തമായ ആരോപണം അത് യാഥാർത്ഥ്യമായി മാറുമ്പോൾ, തെളിവുകളോടെ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഈ ഗോവിന്ദൻ മാഷിന്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നു? അതോ അന്ന് ഇല്ലാതിരുന്ന നാവ് ഇപ്പോൾ മാത്രം മുളച്ചു പൊന്തിയതാണോ? ഇനി എന്തൊക്കെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത് എന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അതായത്, പുനർജനി കേസിൽ മുഖ്യമന്ത്രി VD സതീശനെതിരായ നടപടി അവസാനിപ്പിച്ചതിനെതിരെയാണ് CPM VD സതീശൻ വിദേശത്ത് ഫണ്ട് അഭ്യർത്ഥിച്ചതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉറഞ്ഞു തുള്ളുന്നത്. എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത്? അസാധാരണ സംഭവമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കമുണ്ടായെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ നീക്കം മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി VD സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം നടത്തിയത്. MLA എന്ന നിലയിൽ വിദേശത്തേക്ക് യാത്ര നടത്താൻ VD സതീശൻ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിന്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുമാണ് വസ്തുതാപരമായി പുറത്തുവന്ന വാദം. വിദേശത്ത് നിന്നും ഫണ്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം നിയമം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകമായ അനുമതി വേണം. പ്രളയത്തിന്റെ ഘട്ടത്തിൽ കേരളത്തിന്റെ ആകെ ദുരിതത്തെ വിദേശത്ത് പോയി അവതരിപ്പിക്കാൻ മന്ത്രിമാർ കേന്ദ്രത്തോട് അനുമതി തേടിയപ്പോൾ അനുവാദം ലഭിച്ചിരുന്നില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ആരുടെയൊക്കെ സഹായം ലഭിച്ചു, എത്രത്തോളം ഫണ്ടാണ് ലഭിച്ചത് എന്നതിലെല്ലാം പരിശോധന വേണം. വിദേശത്ത് നിന്നും 26,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് ശേഖരിച്ചതെന്ന് അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് ഇത് എത്തിയിട്ടുള്ളത്. വിദേശത്ത് നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും അതിന് അനുമതി ലഭിച്ചിട്ടില്ല എന്നും ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയത്? ആഭ്യന്തര വകുപ്പിന്റെ നീക്കം മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിൽ VD സതീശനെതിരെ തെളിവില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുനർജനിയിൽ അന്വേഷണം അവസാനിപ്പിച്ചതെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. വിജിലൻസ് പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഈ സാഹചര്യത്തിൽ കേസിൽ നിന്നും VD സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. 2018 മഹാപ്രളയത്തിനു ശേഷം VD സതീശന്റെ മണ്ഡലമായ പറവൂരിൽ നടപ്പിലാക്കിയ പുനരധിവാസ പദ്ധതിയാണ് പുനർജനി. പറവൂരിന് പുതുജീവൻ, വീടുകൾക്ക് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുക, സ്കൂളുകൾ നവീകരിക്കുക, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മണപ്പാട് ഫൗണ്ടേഷൻ, ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്നീ സംഘടനകളായിരുന്നു പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ. പദ്ധതിക്കായി വിദേശത്തു നിന്നും മറ്റും നിയമവിരുദ്ധമായി പണം പിരിച്ചുവെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്നും ആരോപിച്ച് കാതിക്കുടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജെയ്സൺ പാനിക്കുളങ്ങരയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. VD സതീശൻ പണം അഭ്യർത്ഥിക്കുന്ന വീഡിയോ അടക്കമായിരുന്നു ജെയ്സൺ വിജിലൻസിന് പരാതി നൽകിയത്. ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതും കൃത്യമായ തെളിവുകൾ സഹിതം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയല്ല, ഇനി അതിനേക്കാൾ മുകളിലുള്ള ആരായാലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. ഇതൊക്കെ പറയുമ്പോഴും VD സതീശൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന പക്ഷക്കാർ തന്നെയാണ് പൊതുജനവും. VD സതീശനെ ഏറ്റവും അടുത്ത സതീർത്ഥ്യനായ രമേശ് ചെന്നിത്തല
രക്ഷിച്ചെടുത്തതായിരിക്കാം. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമൊക്കെ പലകുറി ഇത്തരം പല രാഷ്ട്രീയ നാടകങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് പൊതുജനത്തിന് ഇതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഇതൊന്നും കൊണ്ട് ഇത്തരം ആരോപണങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന വലിയ ആരോപണങ്ങൾ കൊണ്ടൊന്നും മുങ്ങിപ്പോകാത്ത ചില ചോദ്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും MV ഗോവിന്ദനെയും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ വ്യക്തമാക്കേണ്ടത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്, സുതാര്യമായ മറുപടികളാണ്. അവനവന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടല്ലെങ്കിൽ അവനവന്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണ്ട അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ എന്നൊരു ചൊല്ലുണ്ട്. അതിന് MV ഗോവിന്ദൻ മാത്രം അറിയാത്തതാണോ എന്നറിയില്ല. പിണറായി വിജയന്റെ മകൾക്ക് മേൽ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അന്വേഷണ വിധേയമായെങ്കിലും മാറി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതെന്ന് തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പിണറായി വിജയൻ എന്ന വ്യക്തിയെ കണ്ടുകൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടായത്? അതോ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രളയമാണോ? വ്യക്തി അധിഷ്ഠിതമല്ല ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് പ്രഖ്യാപിച്ചവരാണ് ഇന്നൊരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങി അയാളുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് മുന്നിൽ ഓംബ്ര പറഞ്ഞുകൊണ്ട് എന്തും അനുസരിക്കുന്ന അടിമകളായി നിന്നുകൊടുക്കുന്നത്. പിണറായി വിജയന്റെ മകൾക്കുമേൽ ഇത്രയും തെളിവുകളോടെ അന്വേഷണ സംഘം സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടാൻ പോകുമ്പോൾ, വീണയുടെ അറസ്റ്റിലേക്ക് ഏത് നിമിഷവും കാര്യങ്ങൾ എത്തുമെന്ന് കരുതി ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുമ്പോൾ പിണറായി വിജയൻ ഒന്നുകിൽ സ്വന്തമായി മാറി നിൽക്കണം, അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള തണ്ടല്ലും അല്ലെങ്കിൽ ചങ്കൂറ്റവും ഈ കമ്മിക്കൂട്ടങ്ങൾ കാണിക്കണം. എന്നിട്ടാണ് മറ്റൊരാളെ ചൂണ്ടി ഇത് പറയുന്നതെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരവന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു നീതിയും മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റൊരു നീതിയും പറയുന്നത് ഇടതുപക്ഷ നേതാക്കളുടെ കമ്മികളുടെ ഇരട്ടത്താപ്പാണ് എന്ന് പറയാതെ വയ്യ. തോളിൽ കൈയിട്ട് നടക്കുന്ന പിണറായി സഖാവിനോട് കടക്കുപുറത്ത് സഖാവേ എന്ന് പറയാനുള്ള തണ്ടല്ലുണ്ടെങ്കിൽ ആദ്യം CPM സംസ്ഥാന സെക്രട്ടറി അത് പറയണം. എന്നിട്ട് അന്തസ്സായിട്ട് തല ഉയർത്തി നിന്ന് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് മുഖ്യമന്ത്രി സതീശൻ തെറ്റുകാരനാണെന്ന് ഉറക്കെ പറയണം. കേരളത്തിലെ പൊതുജനം കൂടെ നിൽക്കും. അല്ലാതെ പിണറായി വിജയന്റെ മടിയിൽ കനമില്ല എന്നും പറഞ്ഞിട്ട് സതീശന്റെ മടിയിലെ കനം തേടി ഇറങ്ങുന്നത് ഒരുതരം ഉളുപ്പില്ലായ്മയാണ് സഖാവേ, പറയാതെ വയ്യ.